طيب بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد. നമസ്കാരത്തിൻ്റെ ഷുറൂത്തുകളാണ് നമ്മുടെ അധ്യായത്തിൻ്റെ പേര് അല്ലേ. ഷർത്തുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ ബുലൂഗുൽ മറാമിൽ അൽ ഹാഫിൾ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത് വിശദീകരിക്കണം. അലൈഹിസ്സലാം. അടുത്ത ഹദീസ് നമ്മൾ അത്തസ്ഫീഖു ലിന്നിസാഇ വത്തസ്ബീഹു ലിരിജാൽ, അത്തസ്ബീഹു ലിരിജാൽ വത്തസ്ഫീഖു ലിന്നിസാ, ആ ഹദീസാണ് വിശദീകരിച്ചത്. ഇനി വഅൻ മുത്തറഫ് മുത്തറിഫ് എന്നാണ്, മുത്തറിഫ് വഅൻ മുത്തറിഫ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു ഷിഖീർ, അതിലെന്ത് ഷിഖീർ അല്ലേ, അൻ അബീഹി ഖാൽ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഫി സദ്രിഹി അസീസുൻ കഅസീസിൽ മിർജൽ മിനൽ ബുകാ റവാഹുൽ ഖംസത്തു ഇല്ല ഇബ്നു മാജഹ് വസഹഹഹു ഇബ്നു ഹിബ്ബാൻ അല്ലേ. തയ്യിബ്, അതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തേത് വഅൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ കാന ലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഖലാനി ഫകുൻതു ഇദാ അതൈതുഹു വഹുവ യുസല്ലി തനഹ്നഹ ലി. അത് റവാഹു അന്നസായി വബ്നു മാജ അല്ലേ, റവാഹു അന്നസായി വബ്നു മാജ. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ قلت لبلال كيف رأيت النبي صلى الله عليه وسلم يرد عليهم حين يسلمون عليه وهو يصلي قال يقول هكذا وبسط كفه، يقول هكذا وبسط كفه. هذا رواه أبو داود والترمذي وصححه لا أبو داود والترمذي وصححه. അടുത്തത് وعن أبي قتادة رضي الله عنه كان رسول الله صلى الله عليه وسلم يصلي وهو حامل أمامة بنت زينب فإذا سجد وضعها وإذا قام حملها متفق عليه ولمسلم وهو يؤم الناس في المسجد. പിന്നെ وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم اقتلوا الأسودين في الصلاة الحية والأقرب. هذا رواه الأربعة وصححه ابن حبان. طيب ഒന്നാമത്തെ ഹദീസ് വഅൻ മുത്തറിഫ് ഇബ്നു അബ്ദില്ലാ ഇബ്നു ഷിഖീർ അൻ അബീഹി ഖാൽ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഫി സദ്രിഹി അസീസുൻ കഅസീസിൽ മിർജൽ മിനൽ ബുകാ. മുത്തറിഫ് ഇബ്നു അബ്ദില്ലാ ഇബ്നു ഷിഖീർ റളിയല്ലാഹു അൻഹു നിവേദനം. മുത്തറിഫ് ഇബ്നു അബ്ദില്ലാ ഇബ്നു ഷിഖീർ, അബ്ദുള്ള ഇബ്നു ഷിഖീറിൻ്റെ മകനാണ് മുത്തറിഫ്. അദ്ദേഹം താബി പണ്ഡിതനാണ്. അപ്പം മുത്തറിഫ് ഇബ്നു അബ്ദുള്ളയാണ് നിവേദനം ചെയ്യുന്നത്. ആരിൽ നിന്നാണ് നിവേദനം ചെയ്യണത്? അൻ അബീഹി, അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താ? അബ്ദുള്ള ഇബ്നു ഷിഖീറാണ്. അബ്ദുള്ള ഇബ്നു ഷിഖീർ അൽ ആമിരി, അദ്ദേഹം ബനു ആമിർ ഗോത്രക്കാരനാണ്. അൽ ആമിരി, അബ്ദുള്ള ഇബ്നു ഷിഖീർ അൽ ആമിരി. അദ്ദേഹത്തിൻ്റെ മകനാണ് മുത്തറിഫ്. ഹിജ്റയുടെ 95 മുത്തറിഫ് മരണപ്പെടുന്നത്. ഹിജ്റയുടെ 950 മുത്തറിഫ്. വളരെ പ്രസിദ്ധമായ ചരിത്രമാണ് മുത്തറിഫ് ഇബ്നു അബ്ദുള്ള അഷ്ഷിഖീറിൻ്റെത്. ഫിത്നയുടെ യുഗത്തിൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുമ്പോൾ മുത്തറിഫ് ബിൻ അബ്ദുള്ള ഷിഖീറിൻ്റെ ചരിത്രം വിശദമായിട്ട് പ്രതിപാദിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ. അദ്ദേഹം 95 മരണപ്പെടുന്നത്. മുത്തറിഫ് ഇബിൻ അബ്ദുള്ള ഇബിൻ ഷിഖീർ സഹാബിയാണ്. മുത്തറിഫൊക്കെ താബിയാണ്. അബ്ദുള്ള ഇബിൻ ഷിഖീറിന് 3 മക്കളാണ്. ഒന്ന് പിന്നെ യസീദ്, മറ്റൊന്ന് ഹാനി, പിന്നെ മുത്തറിഫ്. യസീദും ഹാനിയും മുത്തറിഫിൻ്റെ സഹോദരങ്ങളാണ്. അവർ ബനു ആമിർ ഗോത്രക്കാരാണ്. അതുകൊണ്ടാണ് അബ്ദുള്ള ഇബ്നു ഷിഖീർ അൽ ആമിരി. അപ്പോൾ അബ്ദുള്ള ഇബ്നു ഷിഖീറാണ് ആരെ കണ്ടിട്ടുള്ളത്? റസൂലുള്ളാഹിനെ കണ്ടിട്ടുള്ളത്.
അപ്പോൾ വാപ്പ പറഞ്ഞതായിട്ട് മുത്തറിഫ് മകന് പറയണം. അതാണ് അനബീഹി. ഖാല വാപ്പ പറഞ്ഞെന്താ, അബ്ദുല്ലാഹ് ഇബ്നു ഷഖീർ പറഞ്ഞെന്താ, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു, യുസല്ലി നമസ്കരിക്കുന്നത്, റസൂലുള്ള നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. വലൈക്കും സലാം. വഫി സദ്രിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചകത്ത് ഉണ്ടായിരുന്നു, നെഞ്ചിലുണ്ടായിരുന്നു, അസീസുൻ ക അസീസിൽ മിർജൽ. അസീസ് എന്ന് പറഞ്ഞാൽ കരച്ചിലിൻ്റെ ശബ്ദം, സൗത്തുൽ ബുക്ക, കരച്ചിലിൻ്റെ ശബ്ദം. ആ ശബ്ദം എങ്ങനെയാണ്? ക അസീസിൽ മിർജൽ. മിർജൽ എന്ന് പറഞ്ഞാൽ ഖിദറുൽ കബീർ, വലിയ കലം, അല്ലെങ്കിൽ പിന്നെ അത് മിർജൽ കലം, അല്ലെങ്കിൽ എന്തിനു പറയാം, പിന്നെ ചട്ടി, ചട്ടി, മിർജൽ. മിർജൽ എന്നുണ്ടെങ്കിൽ ഖിദറുൽ കബീർ, കലത്തിൽ തിളക്കുന്ന ശബ്ദമാണ്. കലത്തിലിന് തിളക്കുന്ന ശബ്ദം, അത് വലിയ കലാകുമ്പോഴാണ് തിളക്കുന്ന ശബ്ദം കൂടുതൽ അറിയാം. ഏതായാലും പിന്നെ മിർജലിൻ്റെ ചീനച്ചട്ടി എന്ന് പറയല്ലേ മിർജലിന്, പിന്നെ ഖിദറുൽ കബീർ എന്ന് ഷറഹിൽ വായിച്ചു. ഏതായാലും വഫീ സദരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദറിലുണ്ടായിരുന്നു, നെഞ്ചകത്തുണ്ടായിരുന്നു, അസീസുൻ, അസീസ് എന്ന് പറഞ്ഞാൽ കരച്ചിൽ ശബ്ദം, ക അസീസിൽ മിർജലി, മിർജലിൻ്റെ, അതായത് കലത്തിൽ വെള്ളമോ ചട്ടിയിൽ എണ്ണയൊക്കെ തിളക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലുള്ള ശബ്ദം. മിനൽ ബുക്ക, എന്ത് കാരണത്താൽ? കരച്ചിൽ കാരണത്താൽ, കരച്ചിലിനാൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമ്പോൾ കരയുന്നത് കാരണത്താൽ മിർജലിൽ ഉണ്ടാകുന്ന ശബ്ദത്തെ പോലുള്ള കരച്ചിലിൻ്റെ ശബ്ദം തിരുനബിയുടെ നെഞ്ചകത്തു നിന്നുണ്ടായിരുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അഖ്റജഹുൽ ഖംസത്താര ഇല്ല ഇബ്നു മാജ. അപ്പോൾ ആരൊക്കെ റിപ്പോർട്ട് ചെയ്ത്? അബൂദാവൂദ്, തുർമുദി, നസായി, ഇമാം അഹ്മദ്, 4 പേർ റിപ്പോർട്ട് ചെയ്ത്. ഇബ്നു മാജ അല്ല. ഹദീസ് സഹീഹാണ്, ഹദീസ് സഹീഹാണ്. ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു പണ്ഡിതന്മാർ ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു സക്കൻ, ഇബ്നു ഖുസൈമ, ഹാക്കിം. തയ്യം. ഈ ഹദീസ് എന്താ അറിയിക്കണേ? എന്തിനിപ്പോൾ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്ന്? ഒരാൾ നിസ്കരിച്ചു, ഖുശൂഇൻ്റെ ഭാഗമായിട്ട് കരഞ്ഞാൽ ആ കരച്ചിൽ എന്തല്ല, നിസ്കാരത്തെ ബാത്തില. ഖുശൂഇൻ്റെ ഭാഗമായിട്ട് ഒരാൾ കരഞ്ഞു, ആ കരച്ചിലിന് ഇങ്ങനെ ശബ്ദം ഉണ്ടായി എങ്കിൽ നിസ്കാരത്തെ ബാത്തിലാക്കില്ല. ഒരാൾ നിസ്കരിക്കുമ്പോൾ ഖുശൂഇൻ്റെ ഭാഗമല്ലാതെ വെറുതെ കരഞ്ഞ്, അത് നിസ്കാരത്തെ ബാത്തിലാക്കും. അതേസമയം ഖുശൂഇൻ്റെ ഭാഗമായിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തെ ബാത്തിലാക്കൂല എന്നുള്ളതാണ്. സൗത്തുൽ ഖിദർ ഇന്ദ ഖലിയാനിഹി. പിന്നെ ഈ അസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖിദർ എന്ന കലത്തിൽ വെള്ളം തിളക്കുമ്പോൾ, ഖലിയാൻ എന്ന് പറഞ്ഞാൽ തിളക്കുക. അപ്പോൾ ഖിദറിൽ വെള്ളം തിളക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് എന്ത്? അസീസ് എന്നുള്ളത്. അസീസ് അതാണ് മിർജിൽ. അതാ ഞാൻ പറഞ്ഞത്, മിർജിലിന് ഖിദർ, ചീനച്ചട്ടി എന്നുള്ളത് അല്ല കണ്ടത്, ശരിക്കും ഖിദർ എന്നാണ് കണ്ടത്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിൻ്റെ ഭക്തിയും അതേപോലെ തന്നെ പിന്നെ ഖുശൂആണ് ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്ന മറ്റൊരു വിഷയം. അടുത്ത ഹദീസ്, വഅൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ കാന ലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദ്ഖലാനി ഫകുൻതു ഇദാ അതൈതുഹു വഹുവ യുസല്ലി തനഹ്നഹ ലി. ഇത് റവാഹു അൻ-നസായി വഇബ്നു മാജ അല്ലേ? നസായി ഇബ്നു മാജയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തസ്ഹീഹ് പറഞ്ഞിട്ടുണ്ടോ അതിൽ? ഇല്ലല്ലോ, ഇല്ല. റവാഹു അൻ-നസായി വഇബ്നു മാജ. വഅൻ അലി റളിയല്ലാഹു അൻഹു, അലി മൻ അതാ അലി ആരാ? അത് അലി ഇബ്നു അബി താലിബ് അബു സിബ്തൈൻ റളിയല്ലാഹു തആല അൻഹു ആർന്ന അലി റളിയല്ലാഹു അൻഹു നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു, കാന ലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എനിക്കുണ്ടായിരുന്നു മദ്ഖലാനി. മദ്ഖലാനി എന്ന് പറഞ്ഞാൽ 2 പ്രവേശന സമയങ്ങൾ,
രണ്ട് പ്രവേശന സമയങ്ങൾ. മദ്ഖൽ എന്ന് പറഞ്ഞാൽ പ്രവേശനം, സമയം. പ്രവേശിക്കുവാൻ, റസൂലുള്ളാഹിൻ്റെ അടുക്കിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള രണ്ട് സമയങ്ങൾ, അതാണ്. ഖാൻ അലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദ്ഖലാനി ഫകുൻതു ഇദാ അതൈതുഹു, ഫകുൻതു അങ്ങനെ ഞാനായിരുന്നു, ഇദാ അതൈതുഹു ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നാൽ, വഹുവ യുസല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ, തനഹ്നഹ ലി. എന്താ തനഹ്നഹ? തനഹ്നഹ എന്ന് പറഞ്ഞാൽ പിന്നെ ഒച്ചനക്ക, ഒച്ചനക്ക. ഇങ്ങനെ നഹ്നഹ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ എന്നൊക്കെ പറയില്ലേ, അതാണ് നഹ്നഹ. അതന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനഹ്നഹ ലീ എനിക്ക് വേണ്ടി, എനിക്ക് അനുവാദം തന്നുകൊണ്ട് ഒച്ചയനക്കുമായിരുന്നു. അതായത് അലി പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക്. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, എനിക്ക് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള രണ്ട് സമയങ്ങളുണ്ടായിരുന്നു. മദ്ഖലാൻ, രണ്ട് പ്രവേശിക്കാൻ അനുവാദമുള്ള സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഫകുൻതു ഇദാ അതൈതുഹു ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നാൽ, വഹുവ യുസല്ലി റസൂൽ നമസ്കരിക്കുന്ന വേളയിൽ, തനഹ്നഹലി എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒച്ചയനക്കി അനുവാദം നൽകുമായിരുന്നു. സുന്നത്ത് നിസ്കാരമാണ്. കാരണം അത് റസൂലുള്ളാഹിൻ്റെ വീട്ടിലല്ലേ, പള്ളിയിലാകുമ്പോൾ അനുവാദത്തിൻ്റെ പ്രശ്നമല്ല. പള്ളി അള്ളാഹിൻ്റെ വീടാണ്, അതിൽ അനുവാദമല്ല. അതിൽ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക എന്ന് പള്ളിയിൽ കയറിയാൽ മതി. അവിടെ അനുവാദം ചോദിച്ചിട്ട് സലാം പറഞ്ഞ് സലാം വീട്ടി അനുവാദം തരേണ്ട ആവശ്യമില്ല. വീട്ടിലാകുമ്പോഴാണ് അനുവാദത്തിൻ്റെ പ്രശ്നം. ഫർദ് നിസ്കാരത്തിൽ സ്ത്രീകൾ അതെ, ആ മസലയിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഈ ഹദീസിനെ പിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം മസലകൾ ചിലത് അതിലുണ്ട്. ഒന്ന്, ഈ ഹദീസ് ദഈഫാണ്. ഇത് ഹദീസ് ദഈഫാണ്. ഇത് റവാഹു അൻ നസായി വ ഇബ്നു മാജ, നസായി ഇബ്നു മാജയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹദീസ് ദഈഫാണ്. കാരണം ഹദീസിൽ ചില റിപ്പോർട്ടുകളിലുള്ളത് വഹുവ യുസല്ലി, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, തനഹ്നഹലി എന്നുള്ളതിന് പകരം സബ്ബഹ എന്നാണ്. ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇബ്നു സക്കൻ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ ഹദീസിൽ ഉണ്ടല്ലോ, മത്നിൽ ഇൽത്തിറാബ് ഉണ്ട്, സനദിലും പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം നവവി മജ്മൂഇൽ ഹദീസ് ദഈഫാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മജ്മൂഇൽ ഇമാം നവവി ഹദീസ് ദഈഫാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അൽബാനി അതേപോലെ തന്നെ ഹദീസിനെ ദഈഫ് എന്ന് വിധിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ കാനലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഖലാനി ഫകുൻതു ഇദാ അതൈതുഹു വഹുവ യുസല്ലി തനഹ്നഹ ലി എന്നാണ് ഈ റിപ്പോർട്ടിൽ. വേറെ റിപ്പോർട്ടിൽ വഹുവ യുസല്ലി എന്ന് പറഞ്ഞിട്ട് സബ്ബഹ എന്നാണ്. എന്താ ഇതിൽ ഒച്ചനക്കി എന്നാണ്, ഒച്ചനക്കി എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഞാൻ എനിക്ക് അനുവാദം തന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞു എന്നാണ്, സുബ്ഹാനല്ലാഹ് പറഞ്ഞു എന്നാണ്. അതേപോലെ തന്നെ ഇത് പിന്നെ വേറെ ഇതിൻ്റെ സനദിലും പ്രശ്നങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഈ ഹദീസ് ദഈഫാണ്. അതേപോലെ പിന്നെ അൽബാനി ഹദീസിനെ ദഈഫുൽ ഇസ്നാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ദഈഫ് എന്ന് വിശേഷിപ്പിച്ചു. ഇബ്നു ഹിബ്ബാനും ഇബ്നു സക്കനും മറ്റുമൊക്കെ ഇതിനെ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹീഹാണെന്ന് വെച്ചാൽ തന്നെ ഇപ്പോൾ ഒരാൾ നിസ്കരിക്കുമ്പോൾ ഒച്ച അനക്കിയതിൻ്റെ പേരിൽ നിസ്കാരം ബാത്തിലാവില്ല എന്നുള്ളതാണ്. നിസ്കാരം ബാത്തിലാവില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ത്, പിന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്, മാലിക് ഹനഫികളും അതേപോലെ തന്നെ ഷാഫികളും ഹംബലികളും പറഞ്ഞ എന്താ, പിന്നെ ഒരാൾ ഒച്ച അനക്കി അത് രണ്ട് അക്ഷരങ്ങൾ ഘടിച്ചുകൊണ്ടാണ്, ഒരാളുടെ ഉണ്ടാക്കിയ ശബ്ദം അത് രണ്ട് അക്ഷരങ്ങൾ ഘടിച്ചുകൊണ്ടുള്ള ശബ്ദമാണ് എങ്കിൽ നിസ്കാരം ബാത്തിലാവുന്നതാണ്. അപ്പോൾ ആ വീക്ഷണം ശരിയല്ല. കാരണം കേവലം ഒരു പ്രത്യേക മാനല്ലാതെ രണ്ടക്ഷരങ്ങൾ ഘടിക്കുന്ന രീതിയിൽ ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കലാം എന്ന് പറയില്ല, അതിന് സംസാരം എന്ന് പറയില്ല. മനസ്സിലായി? ജനസംസാരമാണ് പാടില്ലാത്തത്. ഒരാൾ ഒച്ചയനക്കുന്നതിൻ്റെ പേരിൽ പിന്നെ അതിന് അതിന് സംസാരം എന്ന് പറയില്ല. അപ്പോൾ പിന്നെ ഒരാളിങ്ങനെ തൊണ്ടോണ്ട് ഒച്ചയനക്കുന്നതിൻ്റെ പേരിൽ നിസ്കാരം ബാത്തിലാവില്ല എന്നുള്ളത് ഈ ഹദീസിനെ സഹീഹാണ് എന്ന് വിധിച്ചവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഹുക്കുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഹദീസ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. നഹ്നഹത്ത് ഒച്ചയനക്കൽ അത് നിസ്കാരത്തെ ബാത്തിലാക്കൂല എന്നുള്ളത്.
പിന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹിൻ്റെ അടുക്കലുള്ള സ്ഥാനം, വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കുന്നതിൻ്റെ അനിവാര്യത കണ്ട. റസൂലുള്ള നിസ്കരിക്കുകയാണ്, അലി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കുകയാണ്. നിസ്കരിക്കുമ്പോഴുള്ള അനുവാദം അത് ഒച്ച അനക്കിയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഹദീസ് ദഈഫാണത്, ഹദീസ് ദഈഫാണ്. അടുത്ത ഹദീസ് وعن ابن عمر رضي الله تعالى عنه قال قلت لبلال كيف رأيت النبي صلى الله عليه وسلم يرد عليهم حين يسلمون عليه وهو يصلي قال يقول هكذا وبسط كفه يقول هكذا وبسط كفه. عليكم السلام ورحمة الله. എന്താ? വാൻ ഇബ്നി ഉമറ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം. ഇബ്നു ഉമർ ആരാ? അദ്ദേഹത്തിൻ്റെ പേരെന്താ? ഇബ്നു ഉമർ, അബ്ദുള്ള ഇബ്നു ഉമർ, അബ്ദുള്ള ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറയണം, ഖുൽതു ലി ബിലാലിൻ, ഞാൻ ബിലാലിനോട് ചോദിച്ചു. ഖുൽതു ലി ബിലാലിൻ, ഞാൻ ബിലാലിനോട് ചോദിച്ചു. കൈഫ റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, കൈഫ റഅയ്ത, എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്, അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, യറുദ്ദു അലൈഹിം, അവർക്ക് മടക്കുന്നതായി, ഹീന യുസല്ലിമൂന അലൈഹി, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുന്ന വേളയിൽ, വഹു യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ആളുകൾ നബിയോട് സലാം പറയുന്ന വേളയിൽ അവർക്ക് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കിയിരുന്നത് നിങ്ങൾ കണ്ടത് എന്ന് ബിലാലിനോട് ഞാൻ ചോദിച്ചു. അതാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയുന്നത്. ഖുൽതു ലി ബിലാലിൻ, ബിലാലിനോട് ഞാൻ ചോദിച്ചു, കൈഫ റഅയ്ത, താങ്കൾ എങ്ങനെയാണ് കണ്ടത്, അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യറുദ്ദു അലൈഹിം, സഹാബികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മടക്കിയതായിട്ട്, ഹീന യുസല്ലിമൂന അലൈഹി വഹുവ യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ അവർ നബിയോട് സലാം പറയുന്ന വേളയിൽ. അപ്പോൾ തിരുനബി നിസ്കരിക്കുകയാണ്. അപ്പോൾ സഹാബികൾ വന്നിട്ട് സലാം പറയുമ്പോൾ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സലാം മടക്കിയിരുന്നത് എന്ന് ഞാൻ ബിലാലിനോട് ചോദിച്ചു. ഖാല, ബിലാൽ പറഞ്ഞു, യഖൂലു ഹാകദ, റസൂലുള്ള ഇങ്ങനെ പറയുന്നതാണ്. വബസത കഫഹു, റസൂൽ തൻ്റെ കഫിനെ ബസ്ത് ചെയ്തു, നിവർത്തി. ഇവിടെ യഖൂലു ഹാകദ എന്നുള്ളതിന് നമ്മൾ എന്താ അർത്ഥം പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞു എന്നല്ല, ഇങ്ങനെ ചെയ്തു എന്നാണ്. ഖാല ഉണ്ടല്ലോ, ഖാലയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അർത്ഥത്തിൽ ഖാല എന്നുള്ളതിന് നമ്മൾ സാധാരണ പറയുന്നത് ഖാല യഖൂലു പറഞ്ഞാൽ പറഞ്ഞു പറയുന്നതാണ് അല്ലേ. ഖാല പറഞ്ഞു, അബക്ക കരഞ്ഞു, അങ്ങനെ കവിതയാണ്. യഖൂലു ഹാകദ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു എന്നല്ല ഇവിടെ അർത്ഥം. ഇവിടെ എന്താ അർത്ഥം? റസൂലുള്ള തൻ്റെ കഫിനെ, മുൻകൈയിനെ ഇങ്ങനെ നിവർത്തി. അവിടെ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ യഖൂലു ഹാകദ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്നാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥം. വബസത കഫഹു, യഖൂലു ഹാകദ വബസത കഫഹു, ല, റസൂലുള്ള തൻ്റെ കഫിനെ നിവർത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നാണ് അവിടെ അർത്ഥം. മനസ്സിലായില്ലേ? സദക്ക കൊടുക്കുന്ന ഹദീസുകളെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ നിൻ്റെ കൈ കൊണ്ട് നീ ഇങ്ങനെ ചെയ്യണം, അതായത് ഇങ്ങനെ കോരി കൊടുക്കണം എന്നുള്ളിടത്ത് പ്രയോഗിച്ചത് എന്താണ്? യഖൂലു എന്നാണ്, അല്ലെങ്കിൽ തഖൂലു എന്നാണ്. തഖൂലു ബി കഫൈക അല്ലെങ്കിൽ ബി യദൈക ഹാകദ, നിൻ്റെ കൈ കൊണ്ട് നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കോരി കൊടുക്കണം എന്നുള്ളിടത്ത് അവിടെയും പ്രയോഗിച്ചത് തഖൂലു എന്നാണ്. മനസ്സിലല്ലേ? അത് അറബി ഭാഷയിൽ അങ്ങനെ പിന്നെ പ്രയോഗിക്കും, അത് സാഹിത്യ ഭാഷ തന്നെയാണ്. ഏതായാലും ഇവിടെ നമ്മളുടെ മസ്അല എന്താ? മസ്അല നിസ്കാരത്തിൽ പിന്നെ ചലിക്കുന്നതിനെ കുറിച്ചാണ്, നിസ്കാരത്തിൽ ചലിക്കുന്നതിനെക്കുറിച്ചാണ്. ഈ ഹദീസിനൊരു സാഹചര്യമുണ്ട്. എന്താ സാഹചര്യം? ഒന്നാമത് ഈ ഹദീസ് ഇപ്പോൾ നിവേദനം ചെയ്താണ് റവാഹു അബൂ ദാവൂദ് വ തുർമുദി വസഹഹു. തുർമുദി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ സാഹചര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഖുബാ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കും. ഖുബാ പള്ളിയിൽ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ ഖുബാ നിവാസികൾ വരും. അങ്ങനെ അവർ റസൂലുള്ളാഹിക്ക് സലാം പറയും. റസൂലുള്ളാഹിക്ക് വന്നിട്ട് സലാം പറയും. അപ്പോൾ ഒരിക്കൽ റസൂൽ പിന്നെ വരുമ്പോൾ തന്നെ അവർ വന്നിട്ട് എന്ത് ചെയ്യും? സലാം പറയും, അല്ലെങ്കിൽ സലാം നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം സലാം പറയും. ഒരിക്കൽ ഖുബാ നിവാസികൾ
വരുമ്പോൾ റസൂൽ നിസ്കാരം തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്ത് എല്ലാവരും വന്നിട്ട് സലാം പറയല്ലോ എടുത്തി. പള്ളിയിൽ കയറിയ സലാം പറയാം, പള്ളിയിൽ കയറിയ സലാം പറയാം, റസൂലുള്ളാഹിനോട് സലാം പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ സലാം പറഞ്ഞപ്പോൾ സലാം മടക്കിയത് ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? അത് ഇങ്ങനെയാണോ മടക്കിയത്, ഇങ്ങനെയാണോ കാണിച്ചത് എന്നുള്ളത് ശുറാഹിങ്ങൾ അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കെഫിനെ നിവർത്തിയിട്ട് ഇങ്ങനെ സലാം മടക്കി എന്നുള്ളതാണ്. കൈ കെട്ടി നിൽക്കല്ലേ, അപ്പോൾ കെഫിനെ നിവർത്തിയിട്ട് സലാം മടക്കി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ സാഹചര്യം. ഇത് മനസ്സിലായില്ലേ? അപ്പോൾ അതിന് സാക്ഷിയായ ആളാണ് ആര്? ബിലാൽ. ആരെ ഈ ബിലാൽ? ബിലാൽ ഇബ്നു റബാഹ്. അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ പേര് ഹുമാമ. നമ്മൾ ബിലാൽ നമുക്ക് മുമ്പ് വന്ന സഹാബിയാണ്, നമ്മൾ വിശദീകരിച്ചിട്ട് ആരാണെന്ന്. അപ്പോൾ ഇതാണ് അതിൻ്റെ സാഹചര്യം. അപ്പോൾ ഈ ഹദീസ് സഹിഹായ ഹദീസാണ്. ഇമാം തുർമുദി വിശേഷിപ്പിച്ചതുപോലെ ഹദീസ് സഹിയാണ്. അപ്പോൾ ഇതെന്താണ് അറിയിക്കുന്നത്? ഹദീസ് അറിയിക്കണത് എന്താ? നമസ്കാരത്തിൽ സലാം, ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക സലാം പറയാം. ചിലർ തിന്നുമ്പോൾ സലാം പറയാൻ പറ്റുമോ? പിന്നെ പള്ളിക്കൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സലാം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. നിസ്കരിക്കുമ്പോൾ സലാം പറയാമെന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. മനസ്സിലായി? നിസ്കരിക്കണവനോട് സലാം പറയാം. നിസ്കാരക്കാരനാണല്ലോ ഏറ്റവും മശ്ഗൂൽ ഇബാദത്തിൽ. അപ്പോൾ സലാം പറയാം. അപ്പോൾ പിന്നെ തിന്നുമ്പോൾ സലാം പറയാം. ഭക്ഷണത്തിലൊക്കെ ചുറ്റും ഇരിക്കുമ്പോൾ സലാം പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ട് പ്രശ്നമല്ല. പള്ളിയിൽ എല്ലാവരും ദിക്ർ എല്ലിയിരിക്കുകയാണ്, ഖുർആൻ ഓതിയിരിക്കുകയാണെങ്കിൽ സലാം പറഞ്ഞ് പ്രവേശിക്കണതിന് എന്തില്ല, തടസ്സമല്ല. കാരണം നിസ്കരിക്കുമ്പോൾ വരെ സലാം പറയാം എന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. നിസ്കാരത്തിൽ ഒരാൾ സലാം പറഞ്ഞ് അപ്പോൾ എങ്ങനെ മടക്കും? നിസ്കരിക്കുന്നവനോട് സലാം പറയാൻ പറ്റുമോ? ഇമാം മാലിക്, ഷാഫി ഇവരൊക്കെ അഭിപ്രായം നിസ്കരിക്കുന്നവനോട് സലാം പറയണം. നിസ്കരിക്കുന്നവനാണെങ്കിലും സലാം പറയാം എന്നുള്ളതാണ്. നിസ്കരിക്കുമ്പോൾ സലാം പറഞ്ഞാൽ മടക്കല, മടക്കൽ നിർബന്ധമാണ്. മടക്കലിൻ്റെ ഹുക്കം എന്താണ്? നിർബന്ധമാണ്. മനസ്സിലായി? കാരണം എന്താ? വൈദാ ഹയ്യീതും ബി തഹിയ്യത്തിൻ ഫറുദ്ദു ബി അഹ്സന മിൻഹ പിന്നെ വൈദാ ഹയ്യീതും ബി തഹിയ്യത്തിൻ ഫഹയ്യു ബി അഹ്സന മിൻഹ ഔ റുദ്ദുഹ. നല്ല നിലക്ക് എന്ത് ചെയ്യണം? പിന്നെ സലാം തിരിച്ചു പറയണം, അല്ലെങ്കിൽ അത് തന്നെ ആ പറഞ്ഞ സലാം തന്നെ മടക്കണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നല്ല രീതിയിൽ മടക്കണം. അല്ലെങ്കിൽ പിന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇങ്ങനെ നല്ല രീതിയിൽ മടക്കണം. അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം എന്നെങ്കിലും മടക്കണം. മനസ്സിലായി? അത് നിർബന്ധമാണ്. നിസ്കാരത്തിലാണെങ്കിൽ ഇഷാറത്ത് കൊണ്ട് മടക്കണം. അതാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹദീസുകൾ സഹിഹായ ഹദീസുകൾ അറിയിക്കുന്നത് നിസ്കാരത്തിൽ സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷാറത്ത് കൊണ്ട് എന്ത് ചെയ്യണം എന്നാണ്? ഇഷാറത്ത് കൊണ്ട് സലാം അടക്കണം എന്നുള്ളതാണ്. മനസ്സിലായി? അതാണ് പിന്നെ ഇമാം മാലിക്, ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇവരുടെയൊക്കെ അഭിപ്രായം ഇഷാറത്തിലൂടെ എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടക്കണം എന്നുള്ളത്. ഞാൻ നിസ്കരിക്കാണെന്ന് വിചാരിച്ചിട്ട് മടക്കാതിരിക്കാൻ പറ്റൂല. ഇഷാറത്തിലൂടെ മടക്കണം, സലാം മടക്കണം. ഇല്ലല്ല, ഇങ്ങനെയാണ് മടക്കേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഫ് ഇഷാറത്ത് കൊണ്ട് ദൂരത്തുള്ളവർക്ക് ഇഷാറത്തിലൂടെ സലാം പറയാം. ഇഷാറത്തിലൂടെ സലാം പറയാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഒരിക്കൽ പിന്നെ സഹാബത്തിനുടെ അരികിലൂടെ നടന്നു പോയപ്പോൾ റസൂലുള്ള കൈ കൊണ്ട് സലാം പറഞ്ഞതായിട്ട് സഹിയായി വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ സലാം പറയുക, ഒരാൾ ഇഷാറത്തിലൂടെ വിട്ടാണ് എങ്കിൽ സലാം പറയുന്നുണ്ട്, അത് അറിയിക്കാൻ വേണ്ടിയിട്ട് മടക്കി എന്നുള്ളത് അറിയിക്കുകയാണെങ്കിൽ കൈ കൊണ്ട് ഇഷാറത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ ഈ ഇഷാറത്ത് ഉണ്ടല്ലോ, സലാം മടക്കി എന്നുള്ളതിനുള്ള ഇഷാറത്ത് നിസ്കാരത്തിലാണെങ്കിലാണ് ഇത് പറഞ്ഞത്. നിസ്കാരത്തിൽ വേണ്ടാത്ത കോപ്പറേറ്റുകൾ പാടുള്ളതല്ല. അതേസമയം സലാം മടക്കി, ഞാൻ നിങ്ങളുടെ സലാം മടക്കിയിരിക്കുന്നു എന്ന് അറിയിക്കാനുള്ള ഒരു ഇഷാറത്താണ് എങ്കിൽ അത് പിന്നെ അങ്ങനെ ആ രീതിയിലായിട്ടുണ്ടെങ്കിൽ മാഫി മുഷ്കിൽ. ഇഷാറത്തേ പാടുള്ളൂ. കാരണം നിസ്കാരത്തിൽ റസൂലുള്ള പറഞ്ഞില്ല, ഇന്ന ഫി സലാത്തിൽ അഷ്ഗുല, നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിൽ മഷ്ഗൂലാണ്. അതുകൊണ്ട് തന്നെ ഇഷാറത്തിലൂടെ മടക്കുകയാണ് വേണ്ടത്. ഇഷാറത്ത് മതി. ആ ഇഷാറത്ത് അറിയിക്കുന്നുണ്ട് സലാം മടക്കുന്നതിന്. عن ابن عمر قال قلت لبلال كيف رأيت النبي صلى الله عليه وسلم يرد عليهم حين يسلمون عليه وهو يصلي قال يقول هكذا وبسط كفه. സുന്നത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഭവം ഇതിലുണ്ട്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണത്? സുന്നത്തിൻ്റെ പ്രാധാന്യം, ഗൗരവം എന്താണത്?
ആ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ബിലാലിനോട് ചോദിച്ചത്. ഇബ്നു ഉമർ ഇതിന് സാക്ഷിയല്ല. ഇതിന് സാക്ഷി ആരാണ്? ഖുബാ പള്ളിയിൽ റസൂൽ നിസ്കരിച്ചതും ഖുബാ നിവാസികൾ സലാം വന്ന് പറഞ്ഞതും അതിന് ഇബ്നു ഉമർ സാക്ഷിയല്ല. അതിനാരാ സാക്ഷി? ബിലാലാണ് സാക്ഷി. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അത് ചോദിക്കുകയാണ്, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞാൽ മടക്കി എന്നുള്ളത്. ഉണ്ട്, അത് സുന്നത്തിൻ്റെ പ്രാമാണികതയാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ സുന്നത്തിൻ്റെ പ്രാധാന്യവും അത് പഠിക്കേണ്ടതിൻ്റെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതിൻ്റെയും പ്രാധാന്യമാണത്. മനസ്സിലായി? പ്രത്യേകിച്ച് മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടോ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ബിലാലിനോട് ചോദിക്കുകയാണ്. മനസ്സിലായി? അത് സുന്നത്തിനെ പഠിക്കുന്നതിൻ്റെയും അതേപോലെ തന്നെ പ്രാവർത്തികമാക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെയാണ് അത് അറിയിക്കുന്നത്. ടൈപ്പ്. ഇനി അടുത്തത് ഇതും കൂടി പറഞ്ഞിട്ട് ചില മസാലകൾ നമുക്കുണ്ട്. വഅൻ അബീ ഖതാദത റളിയല്ലാഹു തആല അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഹുവ ഹാമിലുൻ ഉമാമത ബിൻത സൈനബ് ഫഇദാ സജദ വദഅഹാ വഇദാ ഖാമ ഹമലഹാ മുത്തഫഖുൻ അലൈഹി വലിമുസ്ലിമിൻ വഹുവ യഉമ്മുൻ നാസ ഫിൽ മസ്ജിദ്. എന്താ വഅൻ അബീ ഖതാദ റളിയല്ലാഹു അൻഹു, അബൂ ഖതാദയിൽ നിന്ന് നിവേദനം. അബൂ ഖതാദ എന്താ അദ്ദേഹത്തിൻ്റെ പേര്? നമുക്ക് വന്ന റാവിയ അബൂ ഖതാദ. അദ്ദേഹം അൽ ഹാരിസ് ഇബ്നു റിബഈ, അൽ ഹാരിസ് ഇബ്നു റിബഈ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അൽ ഹാരിസ്. അബൂ ഖതാദ എന്നുള്ളത് വിളിപ്പേരാണ്. അൽ ഹാരിസ് ഇബ്നു റിബഈ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹം അൻസാരിയാണ്. അപ്പോൾ അബൂ ഖതാദ അൽ അൻസാരി റിബഈ ഇബിൻ അൽ ഹാരിസ് ഇബ്നു റിബഈ. ഹിജ്റയുടെ 54 അദ്ദേഹം മദീനയിൽ മരണപ്പെടുന്നത്. ഹിജ്റയുടെ 54 മദീനയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഉമ്മ കബ്ഷ ബിന്തു മുതഹർ, പ്രസിദ്ധയായ മഹദിയാണ്. കബ്ഷ ബിന്തു മുതഹർ. അബൂ ഖതാദ അൽ അൻസാരിയിൽ നിന്ന് നിവേദനം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമായിരുന്നു. എങ്ങനെ? വഹുവ ഹാമിലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിച്ചുകൊണ്ട്, ചുമന്നുകൊണ്ട്. ആരെ? ഉമാമ ബിന്ത് സൈനബ്, സൈനബിൻ്റെ മകൾ ഉമാമയെ. ഉമാമ ബിന്ത് സൈനബിനെ വഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമായിരുന്നു. ഫഇദാ സജദ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്താൽ വദഅഹ, ഉമാമ എന്ത് ചെയ്യും? നിലത്ത് വെക്കും, നിലത്ത് ഇറക്കി വെക്കും. വദഅഹ. വഇദാ ഖാമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റാൽ ഹമലഹ, അവരെ ചുമക്കുകയും ചെയ്യും, വഹിക്കുകയും ചെയ്യും. മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി. എന്താ മുത്തഫഖുൻ അലൈഹി? ബുഖാരി മുസ്ലിം ഒന്നിച്ച് അബൂ ഖതാദയിൽ നിവേദനം ചെയ്ത ഹദീസാണ്. വലി മുസ്ലിമിൻ, മുസ്ലിമിൻ്റെ നിവേദനത്തിലുണ്ട് വഹുവ യഉമ്മുൻ നാസ ഫിൽ മസ്ജിദ്. വഹുവ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഉമ്മുൻ നാസ്, ജനങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിക്കുകയായിരുന്നു. ഫിൽ മസ്ജിദ്, എവിടെ? പള്ളിയിൽ. വീട്ടിലുള്ള നിസ്കാരമല്ലത്, പിന്നെയോ പള്ളിയിൽ ജനങ്ങൾക്ക് ഇമാമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. നമസ്കരിച്ചു കൊണ്ടിരിക്കും. ആവുൽ ഹാലാണ്. അത് മുസ്ലിമിൻ്റെ നിവേദനത്തിലുള്ളതാണ്. വഹുവ യഉമ്മുൻ നാസ് ഫിൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ജനങ്ങൾക്ക് ഇമാമത്തായി നമസ്കരിച്ചു കൊണ്ടിരിക്കവേ. ഇതിൽ കുറേ വിഷയങ്ങൾ. ഒന്ന്, ആരാ ഈ ഉമാമ ബിന്ത് സൈനബ്? ഉമാമ ബിന്ത് സൈനബ് ആരാ? ഈ സൈനബ് ആരാ? റസൂലുള്ളാഹിന്റെ മകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ. അവരുടെ മകളാണ് ആര്? ഉമാമ റളിയല്ലാഹു തആല അൻഹു. ഉമാമ ബിന്ത് സൈനബ്. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഉമാമയെ. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ വരുമ്പോൾ ഏറ്റി വരുന്നത്. വളരെ ഇഷ്ടമായിരുന്നു ഈ ഉമാമ റസൂലുള്ളാഹിൻ്റെ ഈ പേരക്കുട്ടിയെ. അതുകൊണ്ടാണ് നിസ്കരിക്കുമ്പോൾ ഇത് ഒന്നുകിൽ ദുഹർ സ്ഥലക്ക് അല്ലെങ്കിൽ അസർ സ്ഥലക്ക്, ദുഹർ നിസ്കാരത്തിനും അസർ നിസ്കാരത്തിനും വന്നപ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. ചുമന്ന് കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹിക്ക് ഏറെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹിക്ക് ഒരു മാല സമ്മാനമായിട്ട് കിട്ടി, ഒരു ഹദിയായിട്ട് കിട്ടി, ഒരു മാല. അപ്പോൾ റസൂലുള്ളാഹി ആ മാല കിട്ടിയപ്പോൾ പ്രഖ്യാപിച്ചു, ഇന്നി ല ഉൽബിസുഹ ലി അഹബ്ബി, ഇന്നി ല ഉൽബിസന്നഹ അഹബ്ബ അഹ്ലി ഇലയ്യ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് ഞാനിത് ധരിപ്പിക്കും എന്ന് പറഞ്ഞു.
എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് ഞാനിത് ധരിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങളൊക്കെ പറഞ്ഞത് ആർക്കും ഇക്കാരം റസൂൽ അത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും അവിടെ കൂടിയവരൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു. ആരെ പറഞ്ഞ്? ഫാത്തിമ അല്ല, അവർ പറഞ്ഞത് ആയിഷയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കായിരിക്കും അത് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷേ റസൂലുള്ള ഉമാമയെ വിളിച്ച് ഉമാമ വന്നപ്പോൾ ഉമാമക്ക് ധരിപ്പിച്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഈ കുട്ടിയെ, ഉമാമയെ. ഈ ഉമാമയെ അലിയാണ് കല്യാണം കഴിച്ചത്. അലി റളിയല്ലാഹു തആല അൻഹു, മനസ്സിലല്ലേ? ഫാത്തിമയ്ക്ക് ശേഷം അലിയാണ് ഉമാമയെ കല്യാണം കഴിച്ചത്, ഫാത്തിമ മരണപ്പെട്ടതിന് ശേഷം. ഉമാമ അലിയാരുടെ ഭാര്യയായിരിക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. ഉമാമ ഇവർ റളിയല്ലാഹു അൻഹ അലിയാരുടെ ഭാര്യയായിരിക്കുകയാണ് പിന്നെ അലി റളിയല്ലാഹു തആല അൻഹു കൂഫയിൽ വധിക്കപ്പെടുന്നത്, ഷഹീദാണത്. അലിയാരുടെ ഷഹാദത്തിന് ശേഷം ഈ ഉമാമയെ കല്യാണം കഴിച്ചത് മുഗീറ ഇബ്നു നൗഫൽ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹാരിസ്, റസൂലുള്ളാഹിൻ്റെ മൂത്താപ്പ. ഈ ഹാരിസിൻ്റെ മകൻ നൗഫലിൻ്റെ മകൻ മുഗീറയാണ് പിന്നെ ഉമാമയെ അലിയാർ മരിച്ചതിന് ശേഷം കല്യാണം കഴിച്ചത്. നൗഫൽ പിന്നെ ഈ മുഗീറ ഇബ്നു നൗഫലിൻ്റെ കീഴിൽ പിന്നെ ഭാര്യയായിരിക്കുകയാണ് ഉമാമ പിന്നീട് മരണപ്പെടുന്നത്. റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹിക്ക് വളരെ ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു. എന്തിനാ ഉമാമ ബിന്ത് സൈനബ് എന്ന് പറഞ്ഞ്? ഉമാമൻ്റെ വാപ്പാൻ്റെ പേരെന്താ? ഇത് ഉമ്മല്ലേ? സൈനബ് ഉമ്മയാണ്. ഉമാമൻ്റെ വാപ്പാൻ്റെ പേരെന്താ? അബുൽ ആസ് ഇബ്നു റബീഅ. സൈനബിൻ്റെ ഭർത്താവാരാ? അബുൽ ആസ് ഇബ്നു റബീഅ ആണ്. അബുൽ ആസ് ഇബ്നു റബീഅ. ഈ അബുൽ ആസ് ഇബ്നു റബീഅ ആരാ? അബുൽ ആസ് ഇബ്നു റബീഅ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി ഹാലയുടെ മകനാണ്. ഹാല, ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു സഹോദരി ഉണ്ട്, ഹാല. ഈ ഹാലയുടെ മകനാണ് ആര്? അബുൽ ആസ്. അബുൽ ആസ്. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ് ഈ കല്യാണം നടത്തിയിട്ടുള്ളത്. മകൾക്ക് വേണ്ടിയിട്ട് വിവാഹം അന്വേഷിച്ച് അങ്ങനെ അബുൽ ആസിന് കെട്ടിച്ചു കൊടുത്തത് പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹ. അബുൽ ആസ് ഇബ്നു റബീഅ. അബുൽ ആസ് വിളിപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ലഖീത്ത് എന്നാണ്. ലഖീത്ത് ഇബ്നു അർ-റബീഅ. ഉമാമ ബിൻത്ത് അബിൽ ആസ് ആണ്. ഉമാമ ബിൻത്ത് അബിൽ ആസ്. പക്ഷെ ഇവിടെ എന്തിനാ റാവി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഉമാമ ബിൻത്ത് സൈനബ് എന്ന് പറഞ്ഞ്? എന്തിനാ പറഞ്ഞേ? എന്തിനാ ഉമ്മയിലേക്ക് സൈനബിൻ്റെ മകൾ എന്ന് പറഞ്ഞത്, അബുൽ ആസിൻ്റെ മകൾ എന്ന് പറയാതെ? അതാണ്. പെട്ടെന്ന് ഉമാമ ബിൻത്ത് സൈനബ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും ഇന്ന വ്യക്തിയാണ് അതെന്ന്, മനസ്സിലായി. മറ്റൊന്ന് പിന്നെ ആ നസബ് ഉമാമയെ അബുൽ ആസിലേക്ക് ചേർക്കുന്നത് ഏറിലേക്കാണ് നല്ലത്? സൈനബിലേക്കാണ്, മനസ്സിലായി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി എന്നുള്ള ആ ഒരു സ്ഥാനം, ആ ഒരു ഷറഫ് അവിടെ പിന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നെ അപ്രകാരം പിന്നെ പലരും ശ്രദ്ധിക്കും. അങ്ങനെ ആ രീതിയിൽ പിന്നെ ചരിത്രത്തിൽ കാണാം ഒരു സംഭവം. ഈ ഹസൻ ബിനു അലിയും മുഹമ്മദ് ബിനുൽ ഹനഫിയയും തമ്മിൽ ഒരു പിന്നെ പ്രശ്നമുണ്ടായി. ഒരിക്കലൊരു പ്രശ്നമുണ്ടായി മാർക്കറ്റിൽ വെച്ച്. ഹസൻ ബിനു അലി ആരാ? റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടിയാണ്. മുഹമ്മദ് ബിനുൽ ഹനഫിയ ആരാ? മുഹമ്മദ് ബിനുൽ ഹനഫിയ ഹസൻ്റെ സഹോദരനാണ്. അതായത് ഈ ഹസൻ ഇബ്നു അലി നമുക്കറിയാം റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടി, ഫാത്തിമൻ്റെ മകൻ അല്ലേ? മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ മുഹമ്മദ് ബിൻ ഹനഫിയ. ഈ മുഹമ്മദ് ബിൻ ഹനഫിയ അലിയാരുടെ കുട്ടി തന്നെയാണ്, അലിയാരുടെ കുട്ടിയാണ്. ഹസൻ്റെ ഉമ്മ ആരാണ്? ഹസൻ്റെ ഉമ്മ ഫാത്തിമയാണ്. മുഹമ്മദ് ബിൻ ഹനഫിയൻ്റെ ഉമ്മ അത് ഹൗലയാണ്, ഹൗല ബിന്ത് ജാഫർ. ഹൗല ബിന്ത് ജാഫർ, മനസ്സിലായി. മുഹമ്മദ് അതായത് ഫാത്തിമൻ്റെ മരണശേഷം അലിയാർ ആരെ കല്യാണം കഴിച്ചിട്ടുണ്ട്? ഹൗലയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവർ ബനു ഹനീഫ ഗോത്രക്കാരിയാണ്. ബനു ഹനീഫ ഗോത്രക്കാരിയാണ്. ബനു ഹനീഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബഹ്റൈൻ്റെ ഈ ഭാഗം ഇവിടെ ആയിരുന്നു, യമാമ ഭാഗത്തായിരുന്നു ആര്? ബനു ഹനീഫ ഗോത്രം ഉണ്ടായിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനോട് യമാമയിൽ വെച്ചിട്ട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തല്ലോ. ആ യുദ്ധത്തിൽ ഹൗല ബിന്ത് ജാഫറിനെ ബന്ദിയായിട്ട് പിടിച്ച് അങ്ങനെ ബന്ദിയായിട്ട് പിടിച്ചപ്പോൾ ആ ബന്ദിയെ
പിന്നെ എന്ത് ചെയ്തു, മോചിപ്പിച്ചിട്ട് അലിയാർ എന്ത് ചെയ്തു, കല്യാണം കഴിച്ചു. അതിൽ അലിയാർക്കുണ്ടായ കുട്ടിയാണ് ആര്? മുഹമ്മദ്. ആ മുഹമ്മദിനെ ഉമ്മയിലേക്കാണ് ചേർത്തിരുന്നത്. അതുകൊണ്ടാണ് ഹൗലയാണ് പേര്. പക്ഷേ ബനു ഹനീഫ ഗോത്രത്തിൽ നിന്നുള്ള സ്ത്രീ ആയത് കാരണത്താൽ ഹനഫിയ എന്നാണ് ഇവർക്ക് പറഞ്ഞിരുന്നത്, ഹൗലക്ക് പറഞ്ഞിരുന്നത് ഹനഫിയ. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അൽ ഹനഫിയ എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ അലിയാണ്, ഉമ്മയിലേക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവരെങ്ങനെ ബന്ധം എന്താ? ഇവർ തമ്മിൽ, മുഹമ്മദും ഹസനും തമ്മിലുള്ള ബന്ധം എന്താ? വാപ്പത്തെ സഹോദരന്മാരാണ്. ഹസനും ഹുസൈനും വാപ്പിമ്മിയൊത്ത സഹോദരങ്ങളാണ്. അതേസമയം മുഹമ്മദും ഹസനും വാപ്പത്തെ സഹോദരങ്ങളാണ്. ഒരിക്കൽ മാർക്കറ്റിൽ വെച്ചിട്ട് ഹസനും മുഹമ്മദും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ അവർ ദേഷ്യത്തിലാണ് പിരിഞ്ഞു പോയത്, അങ്ങോട്ടോട്ട് ദേഷ്യത്തിലാണ് പിരിഞ്ഞു പോയത്. പക്ഷേ മുഹമ്മദ് ബിൻ അൽ ഹനഫിയക്ക് വീട്ടിലെത്തിയപ്പോൾ അതിൽ ഭയങ്കര പ്രയാസം, തെറ്റിയാണല്ലോ പോകുന്നത്. അപ്പോൾ മുഹമ്മദ് ബിൻ ഹനഫിയ വീട്ടിൽ നിന്ന് വിചാരിക്കുകയാണ് അങ്ങോട്ട് ചെന്നിട്ട് മാപ്പ് ചോദിക്കാം, ഹസൻ്റെ വീട്ടിൽ ചെന്നിട്ട് മാപ്പ് ചോദിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഹസൻ്റെ വീട്ടിൽ ചെന്നിട്ട് മുഹമ്മദ് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ ആർക്കാ സ്ഥാനം? ആ വിഷയത്തിൽ ആർക്കാ സ്ഥാനം? ഹസൻ്റെ വീട്ടിൽ ചെന്നിട്ട് മുഹമ്മദ് ബിൻ ഹനഫിയെ ഈ തെറ്റ് തീർക്കാൻ മാപ്പ് ചോദിക്കുകയാണെങ്കിൽ ആർക്കാ സ്ഥാനം? ആ വിഷയത്തിൽ മൊത്തത്തിൽ സ്ഥാനം ഹസനെയാണ്, അതിൽ ഇഷ്കാലമൊന്നുമില്ല. പക്ഷേ ഈ വിഷയത്തിൽ സ്ഥാനം ആർക്കാ വരിക? മുഹമ്മദിനാണ് വരിക. അപ്പോൾ മുഹമ്മദ് ബിൻ ഹനഫി ആലോചിക്കുകയാണ്, ഹസൻ പിന്നെ ഇബ്നു അലി എന്നതിനേക്കാൾ ഹസൻ ബിന്ത് ഫാത്തിമയാണ്, ഫാത്തിമിൻ്റെ മകൾ ഹസനാണ്, റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് മാപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കായി സ്ഥാനം. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഹസനെ മുൻകടക്കാൻ ശ്രമിക്കലായി. അതുകൊണ്ട് മുഹമ്മദ് ബിൻ ഹസൻ എന്ത് ചെയ്തു, ഒരു കത്തെഴുതി. ആ കത്തിലുള്ളത് പിന്നെ ഞാൻ മുഹമ്മദ് ബിൻ അൽ ഹനഫിയയാണ്, നീ ഹസൻ ഇബിന് ഫാത്തിമയാണ്, ഫാത്തിമയുടെ മകൻ ഹസനാണ്. അതുകൊണ്ട് നമ്മൾ തെറ്റിയിട്ടുണ്ട്. ആ തെറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് നീ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നോട് മാപ്പ് ചോദിക്കണം. കാരണം ഞാൻ അങ്ങോട്ട് വന്ന് മാപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്നേക്കാൾ ശ്രേഷ്ഠത എനിക്ക് വരും. അതുകൊണ്ട് ഒരിക്കലും ഫാത്തിമൻ്റെ മകൻ ആ വിഷയത്തിന് സ്ഥാനം കുറഞ്ഞവനാകാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിട്ടൊരു കത്തെഴുതി. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് മാപ്പ് ചോദിക്കുകയാണ് ചെയ്തത്. ആ വിഷയത്തിലും എന്താകാൻ വേണ്ടിയിട്ട്, ഹസന് സ്ഥാനവും മഹത്വവും കൂടുതൽ ആകാൻ വേണ്ടിയിട്ട്. അവിടെ മുഹമ്മദ് ബിൻ അൽ ഹനഫിയ കത്ത് എഴുതിയപ്പോൾ അദ്ദേഹം എഴുതിയത് ഞാൻ മുഹമ്മദ് ബിൻ അൽ ഹനഫിയയാണ്, ഹസൻ ഇബ്നു ഫാത്തിമയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെക്കാൾ ഒരു സ്ഥാനം എനിക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നില്ല, അത് ഉണ്ടാകാനും പാടുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അത് പിന്നെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവിടെ ഹസൻ ഇബ്നു ഫാത്തിമ എന്നാണ് ആര് എഴുതിയത്? പിന്നെ മുഹമ്മദ് ബിൻ ഹനഫി എഴുതിയത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ആ ഒരു പിന്നെ പ്രത്യേകത, ഹസനുള്ള ആ ഒരു പ്രത്യേകത അറിയിക്കാൻ വേണ്ടിയിട്ട്. ഹസൻ ഇബ്നു അലി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എന്തുണ്ടാകും, ഹസൻ ഇബ്നു ഫാത്തിമ എന്ന് പറയുമ്പോൾ ആ ഒരു പിന്നെ റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടി എന്നുള്ള ആ ഒരു ഷറഫ് കൂടുതൽ എന്ത് ചെയ്യും, അതിൽ വരും. അതിന് വേണ്ടിയിട്ട് അല്ല കുല്ലിൻ. പിന്നെ ഇവിടെ ഉമാമ ബിന്ത് സൈനബ് എന്ന് പറഞ്ഞാൽ അതിനെ വേണ്ടിയിട്ടാണ്. റാവി അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഉമാമ ബിന്ത് സൈനബ് എന്ന് പറഞ്ഞതിലെ പൊരുൾ അതാണ്. മറ്റൊരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യണം, ഉമാമയെ എടുത്ത് നിസ്കരിക്കുകയാണ്. അപ്പോൾ എടുത്ത് നിസ്കരിക്കുമ്പോൾ എന്ത് ഉണ്ടാവും നിസ്കാരത്തിൽ? സുജൂദ് ചെയ്യുമ്പോൾ കൊണ്ടുപോയി വെക്കണം. സുജൂദിന് എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം, എടുത്ത് ഒക്കത്ത് കെട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ ചുവന്ന് നിൽക്കണം. അതൊക്കെ എന്താണ്? അതൊക്കെ ചലനങ്ങളാണ്, നിസ്കാരത്തിലെ ചലനങ്ങളാണ്. ഇത്തരം ചലനങ്ങൾ നിസ്കാരത്തെ ബാത്തിലാക്കുമോ, നിസ്കാരത്തിൽ പാഠം ഉണ്ടോ? അതാണ് വിഷയം. പിന്നെ മാലിക്കി മദ്ഹബിൽ ഇമാം മാലിക് പ്രത്യേകിച്ച് പറഞ്ഞത് തുടർച്ചയായിട്ടുള്ള ചലനങ്ങൾ നിസ്കാരത്തെ ബാത്തിലാക്കും. നിസ്കാരത്തിൽ തുടർച്ചയായിട്ടുള്ള ചലനങ്ങൾ നിസ്കാരത്തെ ബാത്തിലാക്കും. അപ്പോൾ ഈ ഉമാമയെ എടുത്ത് റസൂലുള്ളാഹി നിസ്കരിച്ചോ, ഇതിൽ തുടർച്ചയായിട്ടുള്ള ചലനം വരുന്നുണ്ടല്ലോ, കുട്ടീനെ എടുക്കണം, എന്നിട്ട് പൊക്കണം, എന്നിട്ട് പിന്നെ ഒന്നുകിൽ ഒക്കത്ത് കെട്ടണം, അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, ചുമന്ന് നിൽക്കണം. തുടർച്ചയായിട്ടുള്ള ചലനങ്ങൾ വരുന്നുണ്ട്. പിന്നെ സുജൂദ് ചെയ്യാൻ പോകുമ്പോൾ നിലത്ത് കൊണ്ടുപോകണം, എന്നിട്ട് വെക്കണം, എന്നിട്ട് കുട്ടീനെ നേരെ ഇരുത്തണം, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ തുടർച്ചയായ ചലനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഹദീസിന് എന്ത് മറുപടി പറയും? മാലിക്കുകളോട് ചോദ്യം. അപ്പം മാലിക്കുകൾ പറഞ്ഞ മറുപടി, ഒന്ന് ചിലർ പറഞ്ഞത്, മാലിക് മദ്ഹബിൽ ചിലർ പറഞ്ഞത് ഇത് സുന്നത്ത് നിസ്കാരത്തിലായിരുന്നു, ഇത്
സുന്നത്ത് നിസ്കാരത്തിലായിരുന്നു എന്നാണ്. അപ്പോൾ പിന്നെ ഷാഫി പണ്ഡിതനാണ് ഇബ്നു ഹജർ, സ്വാഭാവികമായിട്ട് ഇബ്നു ഹജർ ആ അഭിപ്രായത്തിന് എന്ത് ചെയ്യണം, ആ അഭിപ്രായത്തിന് മറുപടി കൊടുക്കണം. അതിന് മറുപടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ? വലി മുസ്ലിമിൻ വഹുവ ഉമ്മുന്നാസ ഫിൽ മസ്ജിദ്, റസൂലുള്ള മസ്ജിദിൽ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുകയാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ നിസ്കരിച്ചത്. അപ്പോൾ സുന്നത്ത് നിസ്കാരത്തിലല്ല, വീട്ടിലുമല്ല, പള്ളിയിലാണ്. റസൂലുള്ള സുന്നത്താണ് അവിടെ നിസ്കരിച്ചിരുന്നത്, വീട്ടിൽ നിസ്കരിച്ചിരുന്നത്. മറ്റൊരു കൂട്ടർ പറഞ്ഞത്, മാലിക്കി മദഹബിലെ മറ്റൊരു കൂട്ടർ പറഞ്ഞത്, ഇത് ദറൂറത്തിൻ്റെ ഹാലിലായിരുന്നു, ഉമാമയെ നോക്കാൻ വീട്ടിലാരുമില്ല, അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ദുഹറിൻ്റെയും അസറിൻ്റെയും നമസ്കാര വേളയിലാണ് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ കുട്ടിയെ നോക്കാൻ ആളില്ല എന്നുള്ളതും അത്ര തന്നെ എന്തല്ല, അത് പറ്റിയ ന്യായീകരണമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ തിരുനബിയുടെ ഭാര്യമാരുണ്ട്, അതേപോലെ തന്നെ മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നോക്കാൻ ആളില്ല എന്നുള്ള വാദവും അത്ര തന്നെ പിന്നെ ശരിയല്ല എന്നാണ് പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞത്. മൂന്നാമതൊരു വാദം പറഞ്ഞത് ഇമാം മാലിക് പറഞ്ഞതായിട്ട് പറഞ്ഞത്, ഇത് മൻസൂഖാണ്, ഈ ഹദീസിൻ്റെ വിധി എന്താണ്, ദുർബലാണെന്നാണ്. കാരണം മൻസൂഖാണെന്ന് പറയാൻ കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫി സ്വലാത്തിൽ ഷുഗുല, നിസ്കാരത്തിൽ ഷുഗലുണ്ട്. എന്താ ഷുഗല്? ആളുകൾ മഷൂലാണ്, അള്ളാഹുള്ള ദിക്റിൽ, ഖിറാഅത്തിൽ, നിസ്കാരത്തിൽ എന്താണ്, മഷൂലാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ എന്തില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അനക്കങ്ങൾ, കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് കൊണ്ട് ഈ ഹദീസ് ദുർബലമാണ് എന്നാണ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു ഇഷ്കാലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ദുർബലമാണെങ്കിൽ എന്ത് വേണം, ഇന്ന ഫി സ്വലാത്തി ശുഗ്ല എന്നുള്ളത് ഇതിനേക്കാൾ പിന്തി വരണം. ഇതിനേക്കാൾ പിന്തി വരണമാണ് ഇതിനെ ദുർബലപ്പെടുത്തുക, അല്ലേ? ഇത് മുന്തി വരണം, മറ്റേത് പിന്തി വരണം. പക്ഷേ ഇതിനെ ദുർബലപ്പെടുത്താൻ പറഞ്ഞ ഹദീസ് ഉണ്ടായില്ല, ഇന്ന ഫി സ്വലാത്തിൽ ശുഗ്ല എന്ന് പറഞ്ഞ ഹദീസ്, അത് മുമ്പ് പറഞ്ഞാണ്, ഇത് പിന്നെ ഉണ്ടായതാ. അതെങ്ങനെ? അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, പിന്നെ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, നിസ്കരിക്കുമ്പോൾ അവർ നിസ്കാരത്തിൽ സംസാരിക്കും, അവരുടെ ഹാജത്ത് സംസാരിക്കുമായിരുന്നു, സലാം പറയും, മടക്കും, തുമ്മിയാൽ പിന്നെ തശ്മീത്ത് നടത്തുന്നതൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ്. ഇത് മക്ക കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്ക കാലഘട്ടത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഹബശീനിയയിലേക്ക് ഹിജറ പോയി. പിന്നെ പലരും ഹബശീനിയിൽ നിന്ന് ഹിജറ കഴിഞ്ഞ് മടങ്ങുന്നതൊക്കെ എപ്പോഴാണ്, റസൂൽ മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷമാണ്. അപ്പോൾ അവർ പണ്ടത്തെ അതേ പതിവിലാണ്. നിസ്കാരത്തിൽ പിന്നെ വഖൂമു ലില്ലാഹി ഖാനിതീൻ എന്നുള്ള ആയത്ത് ഇറങ്ങിയിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നുമില്ല, സലാം അടക്കണില്ല, തശ്മീ ഇതൊന്നുമില്ല. പക്ഷേ ഇതാർക്കും അറിയില്ല, ഹബശീനിയയിലേക്ക് ഹിജറ പോയവർക്ക് അറിയില്ല. അവർ ഹബശീനിയയിൽ നിന്ന് ഹിജറ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴും അവർ ആദ്യത്തെ പതിവ് പോലെയാണ്. ഹിജറ കഴിഞ്ഞ് വിട്ട് വരുമ്പോൾ നിസ്കരിക്കണോണ്ട് അസ്സലാമു അലൈക്കും, തുമ്മണവനോട് അൽഹംദുലില്ലാ ഇതൊക്കെ പറയുന്ന, റഹ്മക്കല്ലൊക്കെ പറയുന്ന തിരക്കിലാണ് അവർ. അപ്പോൾ അവർക്ക് അറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുക, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂട്ടരും വന്ന്, അവർ ഹബശീനിയയിലേക്ക് ഹിജറ പോയവരാണ്, ഹബശീനിയയിലേക്ക് ഹിജറ പോയ വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അപ്പോൾ റസൂലുള്ള നിസ്കാരത്തിൽ സലാം പറഞ്ഞിട്ട് മടക്കണില്ല. പണ്ട് അങ്ങനെയല്ല, പണ്ട് മടക്കുമായിരുന്നു, ഇപ്പം മടക്കണില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടിയതിന് ശേഷം അവരോട് പറഞ്ഞു, ഇന്ന ഫി സ്വലാത്തി ശുഗ്ല എന്ന് പറഞ്ഞ്, മനസ്സിലായില്ലേ? അത് എപ്പോഴാണെന്നറിയോ? അത് ബദറിന് മുമ്പാണ്, ബദർ യുദ്ധത്തിന് മുമ്പാണ്. ഏത് പറഞ്ഞത്? ഇന്ന ഫി സ്വലാത്തി ശുഗ്ല എന്ന് പറഞ്ഞത്. ഈ സംഭവം നടക്കുന്നത് ബദറിന് ശേഷമാണ്. എങ്ങനെയത് മനസ്സിലായത് ബദറിന് ശേഷമെന്ന്? ബദറിന് ശേഷമെന്ന് മനസ്സിലായത്, സൈനബ് റളിയല്ലാഹു തആലയെയും ഉമാമയും ഹിജറ വരുന്നത് എപ്പോഴാണ്? ബദറിന് ശേഷമാണ്. ബദർ യുദ്ധത്തിൽ സൈനബിൻ്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീനെ യുദ്ധബന്ധിയായിട്ട് പിടിച്ച്. കാരണം അബുൽ ആസ് എവിടെ ഉണ്ടായിരുന്നത്? മുശ്രിക്കുകളുടെ പക്ഷത്താണ് ഉണ്ടായിരുന്നത്. യുദ്ധബന്ധിയായിട്ട് പിടിച്ചപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞ്, മോചനദ്രവ്യം സൈനബ് കൊടുത്തയച്ചത് ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്ത മാലയാണ്. അപ്പോൾ റസൂലുള്ള കരഞ്ഞതുമായൊക്കെ ബന്ധപ്പെട്ട സംഭവം. ഏതായാലും അബുൽ ആസിനെ വിട്ടയച്ചപ്പോൾ, വെറുതെ വിട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞ് സൈനബിനെയും ഉമാമയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ, അവിടെ മക്കത്ത് വെച്ചുകൊണ്ടിരിക്കരുത്, ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അബുൽ ആസ് സമ്മതിച്ച്. പിന്നെ ചരിത്രത്തിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ബദർ യുദ്ധത്തിന് ശേഷമാണ് ആര് വരുന്നത്? സൈനബ് ഉമാമയും ഹിജറ വരുന്നത്. എന്നിട്ടാണ് ഈ സംഭവം അരങ്ങേറുന്നത്. മറ്റേ സംഭവം ഇന്ന ഫി സ്വലാത്തി ശുഗ്ല എന്നുള്ളത് ബദറിന് മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ ആശയത്തെ ദുർബലപ്പെടുത്തുന്നതല്ല എന്ത്, മറ്റേ ഹദീസ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ടുള്ള ആവശ്യത്തിലുള്ള നമസ്കാരത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങളെ നിസ്കാരത്തെ ബാത്തിലാക്കുമെന്നുള്ള മാലിക്കികളുടെ വീക്ഷണം അതെന്തല്ല, ശരിയല്ല. നമസ്കാരത്തിൽ ചലനങ്ങൾ ചില പ്രത്യേക രീതിയിലാണ്. അപ്പോൾ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ നമുക്ക് ഇതുകൂടി പറഞ്ഞിട്ട് പറയാം. ഏതായാലും മാലിക്കുകൾ പറഞ്ഞിട്ട് തുടർച്ചയായിട്ടുള്ള ചലനങ്ങൾ അത് നമസ്കാരത്തെ ബാത്തിലാക്കും. പക്ഷേ തുടർച്ചയായ ചലനങ്ങൾ വേണ്ടി വരും എപ്പോൾ?
ചില സന്ദർഭങ്ങളിൽ അത് ഈ ഹദീസ് കൂടി നമുക്ക് വേഗം പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ അത് ആ മസല പറയാം. ഏതായാലും അതാണ് ഇതിൽ പറയാനുള്ളത്. വാൻ അബി ഖത്താദ റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഹുവ ഹാമിലുൻ ഉമാമ ബിൻത് സൈനബ് ഫഇദാ സജദ വദഅഹ വഇദാ ഖാമ ഹമലഹ മുത്തഫഖുൻ അലൈഹി വലിമുസ്ലിമിൻ വഹുവ യഉമ്മുൻ നാസ ഫിൽ മസ്ജിദ്. ഖലാസ്, ഇത് വിഷയം മനസ്സിലാകണ്ട. ഇതിൽ കുറേ വിഷയങ്ങളുണ്ട്. അതിൽ പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഉണർത്തുന്നത്. ഇനി വാൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്തുലുൽ അസ്വദൈനി ഫി സ്വലാത്തി അൽ ഹയ്യത വൽ അഖറബ്. വാൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയിൽ നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉഖ്തുലുൽ അസ്വദൈനി, നിങ്ങൾ അസ്വദൈനിയെ വധിക്കുക. ഫിസ്സലാ, നമസ്കാരത്തിൽ. ഏതാ ഈ അസ്വദൈനി? അൽ ഹയ്യത വൽ അഖറബ്. ഹയ്യത്ത് പറഞ്ഞാൽ പാമ്പ്, അഖറബ് എന്ന് പറഞ്ഞാൽ തേള്. അസ്വദൈനി എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് അസ്വദുകൾ, അസ്വദ് പ്ലസ് അസ്വദ്, അതാണ് അസ്വദൈൻ. ഉഖ്തുൽ അസ്വദൈൻ, അസ്വദൈനിനെ നിങ്ങൾ കൊല്ലുക. ഫിസ്സലാ, നമസ്കാരത്തിൽ. അൽ ഹയ്യത വൽ അഖറബ്, അതേതാണ് അസ്വദൈൻ? അതിൻ്റെ ബദലാണിത്, പാമ്പും തേളും. അസ്വദ് പറഞ്ഞാൽ കറുപ്പാണ്, അസ്വദൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് കറുത്തത്. അതിൻ്റെ ഉദ്ദേശം ഹയ്യത്തും അഖറബുമാണ്. അഖ്റജഉൽ അർബഅ, ഞാൻ അതിൻ്റെ മസലയിലേക്ക് വരാം. അഖ്റജഉൽ അർബഅ, ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്ത അർബഅത്താണ്. എന്നാൽ അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ. സഹഹഹു ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചില്ല. ഹദീസ് സഹീഹാണ്. ഈ അസ്വദൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറഞ്ഞ് അത് പാമ്പാണ്, തേളുമാണ്. തേള് കറുത്തിട്ടാൽ നമുക്കറിയാം, തേള് കറുപ്പല്ലാത്ത തേളുണ്ടാവും. പക്ഷെ പാമ്പ് കറുത്തിട്ട് മാത്രമല്ല, കറുത്ത പാമ്പുണ്ട്, കറുത്തതല്ലാത്ത പാമ്പുണ്ട്, അല്ലേ? കറുത്തതല്ലാത്ത പാമ്പുണ്ട്. പക്ഷേ പിന്നെ ഇങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്. ഇപ്പോൾ അൽ അസ്വദാനി എന്ന് പറയും, അതേപോലെ അൽ അഹ്മറാനി എന്ന് പറയും, അൽ അബിയദാനി എന്ന് പറയും, അൽ അസ്ഫറാനി എന്ന് പറയും. സ്വർണത്തിനും വെള്ളിക്കും അസ്ഫറാനി എന്ന് പറയും. സ്വർണം മഞ്ഞ കളറാണ്, പക്ഷേ പിന്നെ അസ്ഫർ പറഞ്ഞാൽ മഞ്ഞയാണ്, വെള്ളി മഞ്ഞല്ല. അതല്ലേ അബിയദാനി എന്ന് പറയും. ആർക്കും അബിയദാനി എന്ന് പറയാം? അബിയദാനി എന്ന് പറയും പാലിനും വെള്ളത്തിനും. വെള്ളം പാല്, അതിന് അബിയദാനി എന്ന് പറയും. പക്ഷേ പാല് വെളുത്തിട്ടാണ്, പക്ഷേ വെള്ളത്തിന് പാലിൻ്റെ കളറല്ല. അതേപോലെ തന്നെ ഖമറാനി എന്ന് പറയും. ഖമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഖമറാനി എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനുമാണ്, സൂര്യനും ചന്ദ്രനുമാണ്. ഇങ്ങനെ പിന്നെ കൂഫത്താനി എന്ന് പറയും, ബസറക്കും കൂഫക്കും. ഉമറാനി എന്ന് പറയും, അമ്രനും ഉമറിനും. വെള്ളത്തിനും ഈത്തപ്പഴത്തിനും അസ്വദാനി എന്ന് പറയും. ഇതേപോലെ അസ്വദാനി എന്ന് പറയും, അവിടെ ഈത്തപ്പഴവും വെള്ളവും. അത് പിന്നെ ചില പ്രയോഗങ്ങളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ വെള്ളം കാരയ്ക്കും ഒന്നിച്ചു കൊടുക്കും, മനസ്സിലായി? പാമ്പിനെയും തേളിനെയും പലപ്പോഴും ഒന്നിച്ച് പറയും. അതേപോലെ തന്നെ പാലും വെള്ളവും ഒന്നിച്ചു പിന്നെ എപ്പോഴും. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് മിക്കവാറും പറയും. ഇങ്ങനെ ഒന്നിച്ച് പറയുന്ന രണ്ട് വസ്തുക്കൾ, ആ രണ്ട് വസ്തുക്കളിൽ ഒന്നിനൊരു പ്രത്യേകത നിഴലിച്ച് നിൽക്കുന്നുണ്ട് എങ്കിൽ ആ പ്രത്യേകത മറ്റേതിനും കൂടി കൊടുത്തിട്ട് എന്ത് ചെയ്യും? അറബിയിൽ പറയും. ഇപ്പോൾ നോക്കി നിങ്ങൾ, പാമ്പുണ്ട് തേളുമുണ്ട്. തേള് കറുത്തിട്ടാ, പാമ്പുകളിലും പലതും കറുപ്പുള്ളതുണ്ട്, പക്ഷേ തേള് കറുത്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വസ്ഫ് ഉണ്ടല്ലോ, തേളിനുള്ള വസ്ഫ്, അത് പാമ്പിനോടും കൊടുത്തിട്ട് രണ്ടിനും കൂടി അസ്വദനി എന്ന് പറയും, മനസ്സിലായി? സ്വർണ്ണത്തിനും വെള്ളിക്കും പിന്നെ സ്വർണ്ണത്തിൽ മഞ്ഞ കളർ ഉണ്ടല്ലോ, അതതിൻ്റെ പ്രത്യേകതയാണ്. വെള്ളിക്ക് അതില്ല, പക്ഷേ എങ്കിലും വെള്ളിയെ സ്വർണ്ണത്തോട് ചേർത്തിട്ട് രണ്ടിനും ഒന്നിലുള്ള പ്രത്യേക വിശേഷണത്തെ മറ്റേതിനും കൂടി ചേർത്തിയിട്ട് പറയും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഇങ്ങനെ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ട്. ഖമറാനി, ഉമറാനി, പിന്നെ അബിയദാനി, അസ്വദാനി, പിന്നെ അഹ്മറാനി, ഇതിലൊക്കെ അങ്ങനെ പറയും. അത് കുറേ ഒരു പിന്നെ വിഷയമാണ്, നമുക്ക് സമയമല്ല അതിനെ വിശദീകരിക്കാൻ. ഭാഷയിലുള്ള ഒരു സംഗതിയാണ്, ഭാഷയിൽ പിന്നെ വിശദീകരിക്കപ്പെടുന്ന ഒരു വിഷയമാണത്. ഇവിടെ നിസ്കാരത്തിൽ ഉഖ്തുലുൽ അസ്വദൈനി ഫിസ്സലാ, നമസ്കാരത്തിൽ അസ്വദൈനിയെ നിങ്ങൾ കൊല്ലുക. അതെന്താണ് റസൂലുള്ളാഹി വിശദീകരിച്ചു? അൽ ഹയ്യത വൽ അഖറബ്, പാമ്പും തേളുമാണ്. അപ്പോൾ ഹദീസ് സഹിഹാണ്. നിസ്കാരത്തിൽ പാമ്പിനെ കൊന്നാൽ, തേളിനെ കൊന്നാൽ നിസ്കാരം എന്താവില്ല? ബാത്തിലാകില്ല, നിസ്കാരം ബാത്തിലാകില്ല. തയ്യബ്,
പാമ്പ് തേള് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം പാമ്പിനെ കൊന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? പാമ്പ് നമ്മളെ കൊല്ലും, ഉപദ്രവിക്കും. തേളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പാമ്പിനെ കൊല്ലണമെങ്കിൽ എന്ത് വേണ്ടി വരും? നിസ്കാരത്തിൽ നിന്ന് പോയിട്ട് വടിയെടുക്കണം, പാമ്പിൻ്റെ പിന്നാലെ പോകണം. അപ്പോൾ ചിലപ്പോൾ പാമ്പ് ഓടും, അതിന് ഓടിപ്പോയിട്ട് അടിക്കണം. മനസ്സിലായില്ലേ? അതൊക്കെ നിസ്കാരത്തിൽ ചലനങ്ങളാണ്. നിസ്കാരത്തിൽ ചലനങ്ങളാണ്. ആ ചലനങ്ങളൊക്കെ അനിവാര്യമായ ചലനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യൂല? നിസ്കാരത്തെ ബാത്തിലാക്കൂല. പക്ഷെ ഇവിടെ പാമ്പിന് പകരം സിംഹമാണ് വരുന്നത്. അപ്പോൾ ചലനം കുറച്ച് കൂടൂലേ? സിംഹത്താൻ വരികയാണ് എങ്കിൽ എന്ത് വേണം? ആ സിംഹത്തിനെ കൊല്ലണമെങ്കിൽ തോക്കെടുക്കാൻ പോകേണ്ടി വരും. മനസ്സിലായി? വടി ഇതൊന്നും പറ്റില്ല. അല്ലെങ്കിൽ അത്തരം അതിനെ കൊല്ലാൻ പറ്റിയ മൂർച്ചയുള്ള ആയുധങ്ങൾ വേണം. ചിലപ്പോൾ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മരത്തമ്മ കയറേണ്ടി വരും, ഓടിക്കയറേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി സിംഹമല്ല, പിന്നെ പാമ്പുമല്ല, ശത്രുവായ ഒരു മനുഷ്യനാണ് വരുന്നത്. ശത്രുവാണ്, മനുഷ്യനാണ് എങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ മനുഷ്യനോട് പോരടിക്കേണ്ടി വരും. സിംഹത്തിനെ കൊല്ലും പോലെ അല്ലെങ്കിൽ പാമ്പിനെ കൊല്ലും പോലെയുള്ള ചലനങ്ങൾ മതി അതുപോലെ ഒരാളെ നേരിടാൻ വേണ്ടിയിട്ട് വരിക. മനസ്സിലായില്ലേ? അതിന് ആയുധം എടുക്കേണ്ടി വരും, അതിന് അയാളുടെ പിന്നാലെ ഓടേണ്ടി വരും. മനസ്സിലായി? അയാൾ കുറേ ദൂരം ഓടിയെന്ന് വരും. മനസ്സിലായി? ഇങ്ങനെയൊക്കെ ചലനങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിസ്കാരത്തെ ബാത്തിലാക്കുക. ഇത്തരം ചലനങ്ങൾ നിസ്കാരത്തെ ബാത്തിലാക്കുക. ഇത്തരം ചലനങ്ങൾ നിസ്കാരത്തിലെ ബാത്തിലാക്കൂല എന്നുള്ളതാണ്. ഇത് അനിവാര്യമായിട്ടുള്ളതായ ചലനങ്ങളാണ്, അനിവാര്യമായിട്ടുള്ളതായ ചലനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചലനങ്ങൾ നിസ്കാരത്തെ ബാത്തിലാക്കൂല. നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിസ്കാരത്തിൽ ദറൂറത്തിന് വേണ്ടിയിട്ടുള്ള നിർബന്ധ സാഹചര്യം തേടുന്നതായ ചലനങ്ങളാണ്. അതിന് നിസ്കാരത്തെ ബാത്തിലാക്കൂല എന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഇവിടെ ഉമാമ റളിയല്ലാഹു തആല റസൂൽ നിസ്കരിച്ചത് പറഞ്ഞ് ഏറ്റി നിസ്കരിച്ചത്. ഇതേപോലെ ഹസൻ ഇബ്നു അലി ഒരിക്കൽ റസൂൽ നിസ്കരിക്കുകയാണ്, വീട്ടിൽ നിസ്കരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ പുറത്ത് വന്നിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹിനെ വാഹനാക്കിയിട്ട് എന്ത് ചെയ്ത്? സുജൂദിൽ റസൂലുള്ളാഹിനെ ഒരു വാഹനമായിട്ട്, സൈക്കിൾ പോലെ വാഹനമായിട്ട് ഉപയോഗിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഈ ഹസനെ പിന്നെ എന്ത് ചെയ്ത്? ചുമന്നുകൊണ്ട് സുജൂദിൽ കുറേ നേരം കിടന്ന്. അപ്പോൾ ഇത് ഒരു ഉമാമക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളൊരു കേസല്ല. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിലും ഇങ്ങനെ ഒരു സംഭവം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വിഷയം പള്ളികളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന വിഷയമാണ്. പള്ളികളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന വിഷയമാണ്. ഇപ്പം പള്ളിയിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ഹദീസ് പ്രകാരം എന്താ അറിയിക്കണത്? പള്ളികളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാം. പക്ഷേ പള്ളികളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ റസൂലിനെ കൊണ്ടുപോയാലോ കൊണ്ടുപോകണം. റസൂലുള്ള കുട്ടീനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തില്ല? കുട്ടീനെ പള്ളിയിൽ വിട്ട് വെച്ചിട്ട് റസൂലുള്ള നിസ്കരിക്കല്ല, പിന്നെ റസൂലുള്ള കുട്ടീനെ ഒപ്പം നിർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. പള്ളികളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകലുണ്ടല്ലോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെ റസൂലുള്ള കൊണ്ടുപോയിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളത് നോക്കണം. ഇന്ന് ആളുകൾ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് കുട്ടികളാണ്ട് വിടും. എന്നിട്ട് ആളുകൾക്ക് തശ്വീഷാക്കി പള്ളിയിൽ കേടാക്കി പള്ളികളിൽ ഇടങ്ങാറാക്കിയിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? പെരുമാറുന്നത്. അത് പാടുള്ളതല്ല. കുട്ടികളെ ഒപ്പം നിർത്തിയിട്ട് പിന്നെ ആളുകൾക്ക് ശല്യം ഉണ്ടാകാതെ പള്ളി കേടാക്കാത്ത രീതിയിൽ വർത്തിക്കണം എന്നുള്ളതാണ്. നിസ്കാരത്തിൽ ചലനങ്ങളിൽ അധികരിച്ചുള്ള തുടർച്ചയായിട്ടുള്ള ചലനങ്ങൾ അനാവശ്യത്തിനാണ് എങ്കിൽ നിസ്കാരത്തെ ബാത്തിലാക്കും. അത് പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹംബലി ഫുഖഹാക്കൾ അധികരിച്ചുള്ള അനാവശ്യമായ തുടർച്ചയായ ചലനങ്ങൾ നിസ്കാരത്തെ ബാത്തിലാക്കും. അപ്പോൾ അത് ഹറാമാണ്. മനസ്സിലായി? എന്നാൽ പിന്നെ നേരിയ ചലനങ്ങൾ, ആവശ്യത്തിനല്ലാതെ ഒരാളിൽ നിന്ന് നേരിയ ചലനങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിൽ മക്രൂഹാണ്. മനസ്സിലായി? ഒരാൾ തൻ്റെ വസ്ത്രം ഒന്നിങ്ങനെ നാക്കി, മനസ്സിലായി? അല്ലെങ്കിൽ ഇങ്ങനെ നേരാക്കി, അത് പിന്നെ നേരിയ ചലനം, മനസ്സിലായില്ലേ? അങ്ങനെയാണ് എങ്കിൽ അത് നിസ്കാരത്തിൽ മക്രൂഹാണ്. അത് പാടുള്ളതല്ല, നിസ്കാരത്തിൽ വെറുക്കപ്പെട്ട സംഗതിയാണ്. അതേസമയം ആവശ്യത്തിനും അനിവാര്യതയ്ക്കും വേണ്ടിയുള്ള തുടർച്ചയായ ചലനങ്ങൾ അതെന്താ അതിൻ്റെ വിധി? അത് മശ്റൂആണ്, നിസ്കാരത്തിൽ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പാമ്പിനെ കൊല്ലേണ്ടി വന്നു, തേളിനെ കൊല്ലേണ്ടി വന്നു, സിംഹത്തിനെ കൊല്ലേണ്ടി വന്നു എങ്കിൽ അതെന്താ? അത് നമ്മളോട് പറഞ്ഞാണ് കൊല്ലണം എന്നുള്ളത്. അപ്പോൾ അത് നിസ്കാരത്തിൽ മശ്റൂആണ്. അതിനി തുടർച്ചയായ ചലനങ്ങളായാലും ശരി, തുടർച്ചയായ ചലനങ്ങളാണെങ്കിലും ശരി. പറഞ്ഞത് മനസ്സിലായിണ്ട? അതാണ് അതിൽ പണ്ഡിതന്മാർ നൽകിയ ഒരു സ്ഥിരീകരണം, തഹ്ഖീഖ്. തുടർച്ചയായിട്ടുള്ള അധികരിച്ചിട്ടുള്ള അനാവശ്യ ചലനങ്ങൾ അത് നിസ്കാരത്തെ ബാത്തിലാക്കും എന്നുള്ളതാണ്. മനസ്സിലായി? അനാവശ്യമായിട്ടുള്ള വേണ്ടാത്ത ചലനങ്ങൾ. ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ടാത്തതാണോ വേണ്ടതാണോ എന്നുള്ളതിൻ്റെ അനിവാര്യത അത് വേറെ വിഷയമാണ്. ഏതായാലും അത് ഭയക്കേണ്ടതായ തൻ്റെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നിസ്കാരം പാഴാക്കുമെന്ന് ഭയക്കേണ്ടതായ ഒരു പ്രവൃത്തിയാണത്. പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോൾ പാമ്പിനെ കണ്ട്,
മനസ്സിലായി. ഇങ്ങനെ റുക്കൂലാകുമ്പോഴാണ് പാമ്പിനെ കണ്ടത്. അവിടുന്നാണ് വടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓടിയതുകൊണ്ട് പിന്നെ കൊന്നത്. എങ്കിൽ വന്നിട്ട് എന്ത് ചെയ്യണം? ബാക്കി തുടർത്തണം. ഏത് ഇമാമായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും ബാക്കി തുടർത്തണം. ചിലർ ഇതുണ്ടല്ലോ, ചില വിഷയത്തിലുണ്ടല്ലോ ഇമാമിന് എന്ത് ചെയ്യാൻ പകരം നിർത്തിയിട്ട് പോകാം, പിന്നെ തൻ്റെ നിസ്കാരത്തെ പൂർത്തീകരിച്ചാൽ മതി. ചിലയിടത്ത് ഇപ്പോൾ ഞാൻ ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈറിൻ്റെ ഇതിൻ്റെ ഷറഹ് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ശത്രുവിന് പിന്നാലെ ഓടി, സിംഹത്തിന് പിന്നാലെ ഓടി, മനസ്സിലായില്ലേ? സിംഹത്തെ ഇന്ന് അയാൾ എന്ത് ചെയ്ത് രക്ഷപ്പെട്ടതിന് ശേഷം അയാൾ പിന്നെ നിസ്കരിച്ചോടത്തേക്ക് മടങ്ങി വരേണ്ട കാര്യമല്ല, താൻ എത്തിയോടത്തുനിന്ന് എന്ത് ചെയ്താൽ മതി? തൻ്റെ നിസ്കാരത്തെ പൂർത്തീകരിച്ചാൽ മതി എന്നുള്ളതാണ്. എവിടെയാണോ ഉള്ളത് അവിടെ പൂർത്തീകരിച്ചാൽ മതി നിസ്കാരം. ബാക്കിയുള്ളത് തുടർത്തണം, ബാക്കിയുള്ളത് തുടർത്തണം. ഇത്ര ഇൻഷാ അല്ലാഹ്. ഇനി ബാക്കി ഇനി നമുക്ക് പുതിയ ഹദീസായിരിക്കും അല്ലേ, പുതിയ ബാബായിരിക്കും അല്ലേ? ഏതാണ്? സൂത്രത്തുൽ മുസല്ലി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.